ഇതെന്താന്ന് വെച്ചത് ചോറാണ്. പോകാൻ നിൽക്കുമ്പോഴാണ് ഒരു ബക്കറ്റ് ചോറ് വന്നത്. ബിരിയാണി കാണുമ്പോൾ നമുക്ക് പോണ്ടിയിട്ട് പിന്നെ ഇതേണ്ട ഇത് സ്വാതന്ത്ര്യ ടീമാണ് ഇത് ചെയ്തിട്ടുള്ളത്, SYSന്റെ. അതായത് സംഭവം വെച്ചാൽ പിന്നെ നമ്മളെ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് അവിടെ വരുന്ന ആൾക്കാർക്കെല്ലാം വെയിറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കെട്ടിടം ഒന്നും നിർമ്മിക്കുന്നുണ്ട്. അതിൻ്റെതായിട്ട് നമ്മളെ ബക്കറ്റ് ചലഞ്ച് ഇല്ല അതുപോലെ. നമുക്ക് നോക്കി നോക്കാം എങ്ങനെ വരുന്നുണ്ട് ഇതിൻ്റെ പരിപാടി എന്നത്. നമുക്ക് ഈ പാത്രത്തിലേക്ക് കൊട്ട, ഇതിലേക്ക് കൊട്ട. ഓക്കേ ഓക്കെ ശ്രദ്ധിക്കാം. നമുക്ക് ഇങ്ങോട്ട് പോവുക. ഞാൻ വിചാരിച്ച മസാല എല്ലാം കേട്ടോ. നമുക്ക് മീൻ്റെ അടിയിൽ മസാല ഉണ്ട്. ഇത് കുട്ടിയപ്പോഴാണ് തിരിയും. പീസും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടേസ്റ്റ് നോക്കാം. അടിപൊളിയാണ്, നല്ല ടേസ്റ്റും മസാലയും. നമ്മളെ പിന്നെ കല്യാണ പരിപാടിക്കെല്ലാം കിട്ടുന്ന പോലത്തെ ചോറ്. ടേസ്റ്റ് ഇത് കുറേ ഞാൻ വിചാരിച്ചു ഈ ബക്കറിൽ ഇത്ര ക്വാണ്ടിറ്റി ഉണ്ടാവില്ല, കുറേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കഴിക്കാം. ഭക്ഷണം കഴിക്കാൻ എന്തായാലും സമയമായി. ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ ഇടുകയാണ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പീസൊക്കെ ഉണ്ട്. പച്ചമ്പറും ഇടാം. പച്ചമ്പറ് നമ്മൾ ഉണ്ടാക്കിയതാണ്. എന്തായാലും ചോറ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല മസാല. പീസ് എടുത്ത് കുഴപ്പമില്ല. കുറച്ച് മസാലയും ചോറും എല്ലാം കൂടി റൈസും എല്ലാം കൂടി ഒരു പുള്ളി സ്ഥിരം പരിപാടി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളോരോ ഫങ്ഷൻസ് ഉണ്ടാവില്ല, കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കല്യാണ ബിരിയാണി അതേപോലെ തന്നെ ചിക്കൻ ബിരിയാണി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നോർമലി പോലെ ചലഞ്ചിന് പിന്നെ അവരെ ഇത് പറയുന്നത് പെട്ടെന്ന് ഉണ്ടാക്കുന്നതായിരിക്കും, പക്ഷെ നല്ല ടേസ്റ്റ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നേരത്തെ കൊണ്ടു തരും ചെയ്തിന് നമ്മൾ ഉച്ചഭക്ഷണത്തിന് മുമ്പ് തന്നെ. അടിപൊളി ഫുഡ് തന്നെയാണ്. എന്തായാലും ഫുഡ് കഴിച്ചിട്ടല്ലേ ആകെ നമുക്ക് ഭക്ഷണം കഴിച്ചു. ബിരിയാണിയെല്ലാം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഷമാസ് പറയാം നമുക്കൊരു നമ്മുടെ വീട്ടിലുണ്ടായതന്നെ കേട്ടോ. കർമൂസ് എന്താ പറയുക, കപ്പളങ്ങ ഓരോ ഭാഗത്ത് ഓരോന്ന് പറയും. ഇത് നമുക്ക് ജസ്റ്റ് ഒരു ജ്യൂസ് പോലെ അടിക്കാമെന്ന് വിചാരിച്ച് കട്ടപ്പാലുണ്ട്. അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻസാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കപ്പളങ്ങ കർമൂസ എന്താ പറയുക, അതായത് കർമൂസിനുള്ളിലത്തെ ഗുരുകളും പരിപാടികൾക്കെല്ലാം കളയണം. നാച്ചുറലായിട്ട് ഉണ്ടാക്കിയതാണ്. നല്ല ചോന്ന കളറൊക്കെ ഉള്ള അടിപൊളി നാച്ചുറൽ കർമൂസാണ്. ഓക്കെ, ഞാൻ ഈ പറയുന്നൊന്നുമില്ല, നിങ്ങൾ കണ്ടിട്ട് അതിൻ്റെ പ്രിപ്പറേഷൻസ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. കടയിൽ നിന്ന് വാങ്ങുന്നതിനൊക്കെ ടേസ്റ്റ്. ഷെയ്ക്കും ജ്യൂസ് ഷെയ്ക്കും അതിൻ്റെ ഇടയിലൊരു സംഭവമാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. മെയിനായിട്ട് ചോന്ന അടിപൊളി കർമൂസ് ആയതുകൊണ്ട് നല്ല മധുരമുണ്ട്. അതിൻ്റെ ടേസ്റ്റ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരേലക്ക ആയിട്ടുണ്ട്, 2-3 ഈത്തപ്പഴം എല്ലാം കൂടി ബ്ലെൻഡ് ആയപ്പോൾ ഒരു വെറൈറ്റി പ്രത്യേക ടേസ്റ്റ്. ഷെയ്ക്കുള്ള ജ്യൂസ് വരെ അതിൻ്റെ ഇടയിൽ ഒരു തിക്കുണ്ട്, എന്നാൽ അത്ര ജ്യൂസ് പോലെയല്ല, അങ്ങനത്തെ ഒരു സംഭവം. ഓക്കെ, അടിപൊളിയായിരുന്നു. നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം.